ബഹുമാനപ്പെട്ട വനംവകുപ്പ് മന്ത്രി. സാർ, ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ച എല്ലാ ബഹുമാനപ്പെട്ട അംഗങ്ങളോടും എൻ്റെ നന്ദി ആദ്യമായി അറിയിക്കുകയാണ്. സാർ, വനംവകുപ്പുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സംസാരിക്കുന്നതിന് മുമ്പ് പരിസ്ഥിതി പുനഃസ്ഥാപനത്തിനായി ലോകം മുഴുവൻ ചെറുകാടുകൾ വളർത്തിയെടുക്കാൻ പഠിപ്പിച്ച ജാപ്പാനീസ് പരിസ്ഥിതി സസ്യശാസ്ത്രജ്ഞൻ ഡോക്ടർ അക്കീറ മിയാവാക്കിയുടെ നിര്യാണത്തിൽ എൻ്റെ അനുശോചനം ഞാൻ രേഖപ്പെടുത്തുകയാണ്. മിയാവാക്കി വനങ്ങൾ എന്ന പേരിൽ പ്രസിദ്ധമായ വനവൽക്കരണ ശൈലിക്ക് തന്നെ തുടക്കം കുറിച്ച് പരിസ്ഥിതി പുനഃസ്ഥാപനം എന്ന ആശയ നിർവ്വഹണത്തിന് മാതൃകാപരമായ നേതൃത്വം നൽകിയ വ്യക്തിയായിരുന്നു അദ്ദേഹം വിടവാങ്ങിയെങ്കിലും കേരളത്തിൽ സൃഷ്ടിച്ചെടുത്ത നിരവധി മയാവാക്കി വനങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ എന്നും നിലനിൽക്കുക തന്നെ ചെയ്യും. അദ്ദേഹത്തിൻ്റെ ഈ മാതൃകയുടെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ മണ്ഡലത്തിൽപ്പെട്ട ചാലിയത്ത് സ്വാഭാവിക വനത്തോട് സാദൃശ്യമുള്ള ഒരു നഗരവനം സൃഷ്ടിക്കുന്നതും ഉണ്ടാക്കുന്നതും അതിന് അദ്ദേഹത്തിൻ്റെ പേര് നൽകാനും ആഗ്രഹിക്കുന്നതായി ഞാൻ സഭയെ അറിയിക്കുകയാണ്. സർ, ഇവിടെ വന്യജീവി സംരക്ഷണമാണ് നിയമപ്രകാരം സർക്കാരിൽ നിക്ഷിപ്തമായിട്ടുള്ളത്. നമ്മുടെ മെമ്പർമാരിവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ വനവിസ്തൃതി കുറഞ്ഞു വന്ന ഒരു കാലമുണ്ടായിരുന്നു. ആ കാലത്തിൽ നിന്നും അത് മാറ്റി കേരളത്തിൻ്റെ വിസ്തൃതിയുടെ 29.65% ആയി ഇന്ന് വനവിസ്തൃതി മാറിയിട്ടുണ്ട്. ഇതാകട്ടെ ദേശീയ ശരാശരിയേക്കാൾ 22.5% വളരെ കൂടുതലാണ്. 2017 ഇന്ത്യ സ്റ്റേറ്റ് ഓഫ് ഫോറസ്റ്റ് റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ വനാവരണം 10,043 ചതുരശ്ര കിലോമീറ്റർ കൂടിയതായി കണ്ടെത്തിയിട്ടുണ്ട്. 2019 റിപ്പോർട്ട് പ്രകാരം 2017 വനാവരണ വിസ്തൃതിയേക്കാളും 823 ഹെക്ടർ കൂടിയിട്ടുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. വനാവരണ വർധനവ് വരുത്തിയതിൽ തുടർച്ചയായ 4ാം വർഷവും ഇന്ത്യയിലെ 3ാം സ്ഥാനം ലഭിച്ച സംസ്ഥാനമാണ് കേരളം. ദേശീയ വനനയപ്രകാരമുള്ള വിസ്തൃതിയുടെ 33% എന്ന ലക്ഷ്യം കൈവരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഉള്ള പ്രവർത്തനങ്ങളാണ് വനം വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ, ആ സർക്കാരിലെ വനം വകുപ്പ് മന്ത്രിയും നടത്തിയ മാതൃകാപരമായ പ്രവർത്തനത്തിൻ്റെ ശക്തിയിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് തുടർ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. സർ, വന്യജീവി സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകുന്നതോടൊപ്പം വനസംരക്ഷണത്തിനും പരിപാലനത്തിനും പൊതുജന പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. മണ്ണ് ജലസംരക്ഷണത്തിനുതകുന്ന തടയണകൾ നിർമ്മിക്കുക, അതിർത്തി നിർണ്ണയിക്കുന്ന ജെണ്ട നിർമ്മാണം, വന്യജീവി അക്രമം ലഘൂകരിക്കുന്നുള്ള പ്രവർത്തനങ്ങൾ എന്നിവയാണ് വനം വകുപ്പ് നടത്തിവരുന്ന മറ്റു ചില പ്രധാന പ്രവർത്തനങ്ങൾ. സർ, വന്യജീവി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ 16 വന്യമൃഗ സംരക്ഷണ കേന്ദ്രങ്ങളും 5 ദേശീയ ഉദ്യാനങ്ങളും ഒരു കമ്മ്യൂണിറ്റി റിസർവും ഉണ്ട്. ഇതിനു പുറമെ 2 ടൈഗർ റിസർവുകൾക്കും 4 എലിഫൻ്റ് റിസർവുകളുമുണ്ട്. 925 ചതുരശ്ര കിലോമീറ്റർ വീതിയുള്ള പെരിയാറിലെ കടുവാ സങ്കേതവും 463 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള കടുവാ സങ്കേതവും കടുവകൾക്ക് പ്രത്യേകം സംരക്ഷണം നൽകി വരുന്നുണ്ട്. സർ, അതേപോലെ തന്നെയാണ് നമ്മുടെ വന്യമൃഗ സംരക്ഷണം. അവശനിലയിൽ കണ്ടെത്തുന്ന വന്യമൃഗങ്ങളെ
വനം വകുപ്പിൻ്റെ സംരക്ഷണയിൽ പരിപാലിച്ച് തിരികെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിലേക്ക് വിടുന്ന നിരവധി പ്രവർത്തനങ്ങളും വനം വകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പെരിയാർ ടൈഗർ റിസർവിലെ മംഗളാദേവി ക്ഷേത്ര പരിസരത്ത് നിന്ന് അവശനിലയിൽ ഉപേക്ഷിക്കപ്പെട്ട കടുവക്കുട്ടിയെ 8 മാസമായി വനം വകുപ്പ് പരിപാലിച്ച് സ്വാഭാവികമായ ആവാസ ഭൂമിയിൽ ഇരപിടിക്കുന്നതിന് പരിശീലിപ്പിക്കുകയാണ്. സർ, അഗസ്ത്യവനവുമായി ബന്ധപ്പെട്ട് ഔഷധ സസ്യങ്ങളടക്കം ധാരാളം ജൈവസന്ധത്തിൻ്റെ കലവറയാണ് അഗസ്ത്യവനം. ബഹുമാനപ്പെട്ട മെമ്പർ ശ്രീ ഹരീന്ദ്രൻ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ പ്രദേശത്തിൻ്റെ പ്രാധാന്യം കൂടുതൽ മനസ്സിലാക്കുന്നതിനായി പ്രത്യേകിച്ചും ഔഷധ സസ്യങ്ങളെപ്പറ്റി TBGRI, KFRI യൂണിവേഴ്സിറ്റികൾ എന്നിവയുമായി ചേർന്ന് ഗവേഷണ പദ്ധതികൾ ആവിഷ്കരിക്കുന്ന കാര്യം സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട് താൻ. വനേതര ഭൂമിയിൽ സാമൂഹ്യ ബലവൽക്കരണ പരിപാടിയുടെ ഭാഗമായി സംസ്ഥാനത്തെ വൃക്ഷാവരണം വർദ്ധിപ്പിക്കുന്നതിലേക്കായി ചെറുവനങ്ങൾ വെച്ചുപിടിപ്പിക്കാവുന്ന ഉദ്ദേശത്തോടെയാണ് പൊതുസ്ഥലങ്ങൾ, ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ അധീനതയിലുള്ള സ്ഥലങ്ങൾ എന്നിവയിൽ വനം വകുപ്പ് നേരിട്ടോ പ്രസ്തുത സ്ഥാപനങ്ങളുമായി സംയുക്തമായോ വൃക്ഷത്തൈകൾ നട്ടുപിടിക്കുന്ന സ്ഥാപന വനവൽക്കരണം വിദ്യാർത്ഥി വനസംരക്ഷണത്തിൻ്റെ പ്രാധാന്യം സംബന്ധിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിൽ വിദ്യാർത്ഥികളിൽ വേണ്ടിയുള്ള വിദ്യാവനം, നഗരങ്ങളിൽ പച്ചത്തുരുത്തുകൾ വളർത്തിയെടുക്കുന്ന നഗരവനം, നിലവിലുള്ള കാവുകളുടെ സംരക്ഷണം, കോസ്റ്റൽ ബെൽറ്റ് പ്ലാന്റേഷൻ, കണ്ടൽക്കാടുകളെ ഏറ്റെടുക്കലും സംരക്ഷണവും, നദീതീരങ്ങളിൽ മുളം തൈകൾ വെച്ചുപിടിപ്പിക്കൽ എന്നിവ വനം വകുപ്പ് കൂടുതൽ ശ്രദ്ധ വരുന്ന പദ്ധതികളാണ്. ഈ വർഷം 26 വിദ്യാവനങ്ങൾ ഉണ്ടാക്കുന്നതിനും ഉള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. കൂടാതെ വിവിധ വൃക്ഷങ്ങൾ വളർത്തുന്നത് പ്രോത്സാഹിപ്പിക്കുന്നതിലേക്കായി പ്രോത്സാഹന ധനസഹായ പദ്ധതിയും നടപ്പിലാക്കി വരുന്നു. ഈ പദ്ധതികളുടെ പ്രോത്സാഹനാർത്ഥം വിദ്യാവനം, സ്ഥാപന വനവൽക്കരണം എന്നീ പദ്ധതികൾ ഏറ്റവും ഭംഗിയായി നടപ്പിലാക്കുന്ന സ്ഥാപനങ്ങൾക്ക് അവാർഡ് നൽകാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. നാം പരിസ്ഥിതി ദിനത്തിലും വനവൽക്കരണ കാലത്തും കോടിക്കണക്കിന് വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ നാം പിന്നെ കുറേ കാലം കഴിഞ്ഞാൽ ആ വൃക്ഷത്തൈകൾ അവിടെ തന്നെ നിലനിൽക്കുന്നുണ്ടോ എന്നത് എല്ലാവർക്കും സംശയമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇനി മുതൽ അങ്ങനെ നട്ടുപിടിപ്പിക്കുന്ന ചെടികൾ സംബന്ധിച്ച് ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തണം എന്ന് സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. കണ്ടൽക്കാടുകളെ ഏറ്റെടുക്കുന്നതിനും സംരക്ഷണത്തിനുമായി വനം വകുപ്പ് പ്രത്യേക പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. നിലവിൽ 480 ഹെക്ടർ കണ്ടൽക്കാടുകൾ ഏറ്റെടുക്കുകയും റിസർവ് വനമായി പരിപാലിച്ചു വരികയും ചെയ്യുന്നുണ്ട്. 1200 ഹെക്ടർ കണ്ടൽക്കാട് കൂടി ഏറ്റെടുക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. മത്സ്യങ്ങൾക്കും നിരവധി ചെറുജീവികൾക്കും ആവാസസ്ഥാനം ഒരുക്കുന്ന ഒരു പ്രത്യേക സസ്യസമൂഹമാണ് കണ്ടലുകൾ. കണ്ടൽക്കാടുകളുടെ പാരിസ്ഥിതിക പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് അവയുടെ സംരക്ഷണത്തിനായി ഒരു വനം വകുപ്പിൽ ഒരു സ്പെഷ്യൽ ഓഫീസറെ പ്രത്യേകമായി നിയോഗിക്കുന്നതാണ്. വികസന പ്രവർത്തനങ്ങൾക്ക് വനം വകുപ്പ് പലപ്പോഴും തടസ്സമായി നിൽക്കുന്നുണ്ട് എന്ന പരാതി പല മേഖലകളിൽ നിന്നും ഈ സഭയിൽ നിന്നും ഉയർന്നു വരികയുണ്ടായി. വനഭൂമി വനേതര ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനായി നൽകുന്നതിന് 1980 വനസംരക്ഷണ നിയമപ്രകാരം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ മുൻകൂർ അനുമതി ആവശ്യമാണ്. വനഭൂമി വനേതര ആവശ്യങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയുള്ള അപേക്ഷകൾ 2014 ജൂലൈ മുതൽ ഓൺലൈൻ മുഖേന സ്വീകരിച്ചാണ് നടപടിയെടുത്തു വരുന്നത്. അതിനുവേണ്ടി പരിവേഷ് എന്ന ഓൺലൈൻ പോർട്ടൽ ഇപ്പോൾ നിലവിലുണ്ട്. വനേതര ആവശ്യങ്ങൾക്ക് വേണ്ടി വനഭൂമി നട്ടുപിടിക്കണമെന്ന് ആരംഭിച്ചുകൊണ്ട് ആകെ 147 അപേക്ഷകൾ ലഭ്യമായതിൽ 21 സ്റ്റേജ് 1 അപ്രൂവലും 8 അപേക്ഷകളിൽ സ്റ്റേജ് 2 അപ്രൂവലും നൽകിയിട്ടുണ്ട്. സർ, വനം വകുപ്പിൻ്റെ നിലവിലുള്ള പദ്ധതികൾക്ക് തുടർച്ചയായി കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് 3 പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുണ്ട്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള പദ്ധതി, വനത്തിനുള്ളിൽ താമസിക്കുന്ന ആളുകൾ അവരുടെ സമ്മതത്തോടെ അനുയോജ്യമായ മറ്റ് സ്ഥലത്തേക്ക് മാറ്റിപ്പാർപ്പിക്കൽ, തൃശ്ശൂർ പട്ടണത്തിൽ പ്രവർത്തിക്കുന്ന മൃഗശാല പട്ടണത്തിൽ നിന്നും മാറ്റി
പുത്തൂർ എന്ന സ്ഥലത്ത് ഭൂമിയിലേക്ക് മാറ്റി വനം വകുപ്പിൻ്റെ കീഴിൽ സുവോളജിക്കൽ പാർക്കായി സ്ഥാപിക്കുന്ന പദ്ധതി കൂട്ടം തെറ്റിപ്പോകുന്ന കുട്ടിയാനകൾ, മനുഷ്യൻ്റെ ജീവനും കൃഷിക്ക് നാശമുണ്ടാക്കുന്ന കാട്ടാനകൾ, വനം വകുപ്പിൻ്റെ ആന ക്യാമ്പിലുള്ള പ്രായമായ ആനകൾ, ക്രൂരതയ്ക്ക് വിധേയമാകുന്ന നാട്ടാനകൾ എന്നിവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയോടുകൂടിയ പുനരധിവാസം തിരുവനന്തപുരം ജില്ലയിലെ കോട്ടൂർ ആന പുനരധിവാസ കേന്ദ്രം സ്ഥാപിക്കുന്നതോടുകൂടി യാഥാർത്ഥ്യമാകും. ഈ രണ്ട് പദ്ധതികളുടെയും ഒന്നാം ഘട്ട നിർമ്മാണം കഴിഞ്ഞ ഫെബ്രുവരിയിൽ പൂർത്തിയായതാണ്. ബാക്കിയുള്ള ഭാഗം ഈ സാമ്പത്തിക വർഷം തന്നെ പൂർത്തിയാക്കും. അങ്ങനെ പൂർത്തിയാക്കുന്നതോടുകൂടി ഈ വന്യജീവി സംരക്ഷണം മാത്രമല്ല, നമ്മുടെ ടൂറിസവുമായി ബന്ധപ്പെട്ട സന്ദർശകർക്ക് വളരെയേറെ പ്രിയമുള്ള ഒരു കേന്ദ്രങ്ങളായി മാറാനാണ് പോകുന്നത്. പ്രളയശേഷമുള്ള പുനർനിർമ്മാണത്തിൻ്റെ ഭാഗമായി റീബിൽഡ് കേരള ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൽ 800 കോടി രൂപയുടെ 4 പദ്ധതികളാണ് നടപ്പിലാക്കി വരുന്നത്. ഇവിടെ പട്ടയം ലഭിക്കാത്ത കർഷകരുടെ പ്രശ്നം ബഹുമാനപ്പെട്ട മെമ്പർമാർ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. കൈവശ ഭൂമിക്ക് പട്ടയം ലഭിക്കുന്നതിനുള്ള പ്രയാസം ഭരിക്കുക എന്നത് ഈ സർക്കാരിൻ്റെ മുഖ്യ പരിഗണനയിലുള്ള വിഷയമാണ്. ഇത് പരിഹരിക്കുന്നതിനായി റവന്യൂ വകുപ്പുമായി ചേർന്നുള്ള സംയുക്ത പരിശോധന ഉൾപ്പെടെയുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുന്നതാണ്. അതിൻ്റെ ഭാഗമായി ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രി, റവന്യൂ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ, വനം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ എന്നിവർ ഈ ആഴ്ച തന്നെ കൂടിയാലോചന നടത്തണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. സർ, മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുന്നതിനായി വനം വകുപ്പ് ആരംഭിച്ച് നടപ്പിലാക്കും വിവിധ പദ്ധതികൾ 1177 മുമ്പ് കൈവശമുള്ള വനഭൂമിയിൽ നമ്മൾ അപേക്ഷകർക്ക് പട്ടയം കൊടുക്കുമായിരുന്നു. എന്നാൽ 2019 ഒരു ഹൈക്കോടതി വിധിയിൽ ഈ 93 റൂൾസിൻ്റെ പ്രൊട്ടക്ഷൻ ഇടുക്കി ജില്ലയിൽ മാത്രമേ നിലനിൽക്കൂ എന്നും, ഇടുക്കി ജില്ല ഒഴികെയുള്ള പ്രദേശങ്ങളിൽ ലാൻഡ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ വെസ്റ്റഡ് ഫോറസ്റ്റിലും റിസർവ് ഫോറസ്റ്റിലും വരുന്ന ഭൂമികൾക്ക് അതിൻ്റെ പ്രൊട്ടക്ഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചുരുക്കം മലബാർ ജില്ലകളിലൊന്നും ഇത് ബാധകമല്ല എന്ന രീതിയിൽ ഇപ്പോൾ വനം വകുപ്പ് വ്യാഖ്യാനിക്കുന്നുണ്ട് പട്ടയത്തിന് കൊടുക്കുന്ന അപേക്ഷകൾ. ഈ അപേക്ഷ കൊടുത്ത ഭൂമിയിലൊക്കെ വനം വകുപ്പ് കയറിയിട്ട് സർവേ നടത്തുന്നു. ജനങ്ങളാകെ ആശങ്കയിലും ഭീതിയിലുമാണ്. ഇതിനൊരു ഇടപെടലും പരിഹാരം ഉണ്ടാക്കുമോ? ഈ കോടതി വിധിയുടെ ശരി, ഇവിടെ ഞാൻ പറഞ്ഞത് ഇതിന് ചില നിയമതടസ്സവും സാങ്കേതിക തടസ്സങ്ങളൊക്കെ പല ഭാഗത്തുനിന്നും ഉന്നയിക്കുന്നുണ്ട്. ആ ഉന്നയിക്കുന്ന കൂട്ടത്തിൽപ്പെട്ട ഒരു പ്രശ്നമാണ് ബഹുമാനപ്പെട്ട അങ്ങ് ഇവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ആ പ്രശ്നം ഉൾപ്പെടെ ചർച്ചയിലൂടെ പരിഹാരം കാണാനാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. വല്ല മാറ്റവും നിയമപരമായി വേണമെങ്കിൽ അത് ആ ഘട്ടത്തിൽ ആലോചിച്ച് ചെയ്യാവുന്നതാണ് എന്നാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. സർ, അതുപോലെ തന്നെയാണ് സർ, നമ്മുടെ ഇക്കോ ടൂറിസം പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിക്കുന്ന വർക്കിംഗ് പ്ലാൻ, ടൈഗർ കൺസർവേഷൻ പ്ലാൻ അനുസരിച്ചാണ് വനമേഖലകളിൽ ഇക്കോ ടൂറിസം നടത്തുന്നത്. വനങ്ങൾക്ക് ശോഷണം വരാതെ തദ്ദേശവാസികൾക്ക് പ്രയോജനകരമായ പദ്ധതികളാണ് ഇങ്ങനെ ചെയ്യുന്നത്. പെരിങ്ങൽകുത്ത് പറമ്പിക്കുളം ചാലക്കുടി MLA ഇവിടെ ചൂണ്ടിക്കാണിച്ചത് ഇതാണെന്ന് എനിക്ക് തോന്നുന്നു. കടുവാ സങ്കേതത്തിൻ്റെ കരുതൽ മേഖല ബഫർ സോണിൽ ആണ് സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ കേന്ദ്ര അനുമതിയോടുകൂടി മാത്രമേ ഇക്കോ ടൂറിസം പദ്ധതികൾ വിഭാവനം ചെയ്യാനാവൂ. ആതിരപ്പള്ളിയിൽ നിലവിലുള്ള ഇക്കോ ടൂറിസം പദ്ധതികൾ ആദിവാസികളടക്കമുള്ള VSS അംഗങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി ശക്തിപ്പെടുത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. സർ, വന്യജീവി മനുഷ്യ സംഘർഷം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള വനമേഖലകളിൽ കർഷകരെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയാണ്. ഈ കർഷകരെ സംരക്ഷിക്കേണ്ട ചുമതലയും സർക്കാരിനുണ്ട് എന്നാണ് ഗവൺമെൻറ് കാണുന്നത്. ഇതിൻ്റെ ഭാഗമായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കൂടി നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബൃഹത്തായ ഒരു പദ്ധതി തയ്യാറാക്കാൻ നടപടി സ്വീകരിച്ചു വരുന്നു. ഈ പദ്ധതിയിൽ ഏറ്റവും ഫലപ്രദമായ രീതിയിൽ പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടും വിധം
പ്രായോഗികമായ നിർദ്ദേശങ്ങൾ ജനപ്രതിനിധികൾ, ഈ രംഗത്തെ വിദഗ്ധർ, മറ്റ് പൊതുജനങ്ങൾ എന്നിവരോട് അഭ്യർത്ഥിച്ചുകൊണ്ട് വനം വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ ഒരു പ്രത്യേക ലിങ്ക് നൽകിയിട്ടുണ്ട്. ആയത് ബഹുമാനപ്പെട്ട MLA-മാർ ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തി എത്രയും പെട്ടെന്ന് അവരുടെ വിലയേറിയ നിർദ്ദേശം സമർപ്പിക്കണമെന്ന് സഭയിലെ എല്ലാ ബഹുമാനപ്പെട്ട അംഗങ്ങളോടും അഭ്യർത്ഥിക്കുകയാണ്. ഈ പദ്ധതിയിൽ വിഭാവനം ചെയ്യുന്ന പ്രകാരം വന്യമൃഗങ്ങൾ വനത്തിനകത്ത് തന്നെ വിഹരിക്കുന്ന വിധത്തിൽ അവരെ വനത്തിനുള്ളിൽ പുറത്തേക്ക് കടക്കാതിരിക്കുന്ന വിധത്തിലുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക, വനത്തിന് പുറത്ത് കടക്കുന്ന വന്യമൃഗങ്ങളെ വനത്തിലേക്ക് തന്നെ മടക്കി അയക്കുന്നതിനായി ദ്രുതകർമ്മ സേനകളുടെ പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നിവ ഉദ്ദേശിക്കുന്നുണ്ട്. ശ്രീ ജിനീഷാണ്, കോന്നി MLA ആണ് ആ കാര്യം ഇവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഈ 3 ഘട്ടങ്ങൾ കൂടാതെ ജനപ്രതിനിധികളിൽ നിന്നും വിദഗ്ധരിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ച് സംസ്ഥാന വ്യാപകമായി ഈ ബൃഹത് പദ്ധതി നടപ്പിലാക്കാനാണ് ഗവൺമെൻറ് ആഗ്രഹിക്കുന്നത്. സർ, അവർക്ക് കിട്ടുന്ന വന്യജീവി ആക്രമണത്തിൽ വിധേയരാകുന്നവർക്ക് കിട്ടുന്ന നഷ്ടപരിഹാരം വളരെ പരിമിതമാണ് എന്നൊരു പ്രശ്നമാണ് ഇവിടെ ഉയർന്നു വന്നിട്ടുള്ളത്. ഈ കാർഷിക വിളകൾ നശിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് നൽകുന്ന നഷ്ടപരിഹാരം സംബന്ധിച്ച് ഇപ്പോൾ എടുത്തിരിക്കുന്ന നിലപാട് കൃഷി വകുപ്പ് നിശ്ചയിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾക്കനുസരിച്ചാണ്. കൃഷി വകുപ്പിൻ്റെ മാനദണ്ഡങ്ങൾ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ 2015 പരിഷ്കരിച്ചത്. ഇനിയും ആ മേഖലയിൽ പരിഷ്കാരം ആവശ്യമാണ് എന്നാണ് മെമ്പർമാർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ആ കാര്യം സർക്കാർ ഗൗരവത്തിൽ പരിശോധിക്കുന്നതാണ്. സർ, അതുപോലെ തന്നെയാണ് കാട്ടുപന്നികളുടെ ശല്യത്തെക്കുറിച്ച് ഇവിടെ മെമ്പർമാർ ചൂണ്ടിക്കാണിച്ചത്. വലിയ രൂക്ഷമായിട്ടുള്ള ഈ ഭാഗം സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത് രൂക്ഷമായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഈ ദുസ്ഥിതി പരിഹരിക്കുന്നതിനായി കാട്ടുപന്നികളെ കർഷകർക്ക് തന്നെ നശിപ്പിക്കാൻ വിധം അവയുടെ ശുദ്ധജീവിയായി പ്രഖ്യാപിക്കണമെന്നാണ് ഇവിടെ ഉയർന്നു വന്ന ആവശ്യങ്ങൾ. സംസ്ഥാന സർക്കാർ ഈ കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര വനം മന്ത്രാലയത്തിന് കത്തയച്ചിരുന്നു. എന്നാൽ അതിന് അവർ നൽകിയ മറുപടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടുകൂടി കാട്ടുപന്നികൾക്കെതിരെയുള്ള നടപടികൾ സ്വീകരിക്കാനാണ്. ഇത് അപ്രായോഗികമായ നിർദ്ദേശമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടതുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കാണുക എന്നത് പ്രായോഗികമല്ല എന്നാണ് നമ്മുടെ അനുഭവത്തിൽ നിന്നും തെളിഞ്ഞിട്ടുള്ളത്. എന്നാൽ അതുകൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിനോട് വീണ്ടും ഈ കാര്യം ആവശ്യപ്പെടാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. കേരളത്തിൽ നിന്നുള്ള ബഹുമാനപ്പെട്ട MP-മാരെ ഈ കാര്യം അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി അവിടെ ആവശ്യമായ സമ്മർദ്ദം ചെലുത്താനുള്ള നടപടികളാണ് ഞങ്ങൾ സ്വീകരിക്കാൻ പറയുന്നത്. ഇതിൽ ഇവിടെ ചൂണ്ടിക്കാണിച്ചു ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ തീരുമാനം പ്രയോജനകരമല്ല എന്നാണ് ബഹുമാനപ്പെട്ട ശ്രീ പേരാവൂർ MLA സണ്ണി ഇവിടെ ചൂണ്ടിക്കാണിച്ചത്. അത് ശരിയായ കാര്യമാണ്. അത് വെറുതെ ആശ്വസിപ്പിക്കാനുള്ളൊരു വിധി മാത്രമായിട്ടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. സർ, വനം വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു സ്ഥാപനമാണ് കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ. അതിൻ്റെ സംസ്ഥാനത്തെ വന ഉൽപ്പന്നങ്ങളുടെ വിപണനം, ഇക്കോ ടൂറിസം പദ്ധതികളുടെ നടത്തിപ്പ് തുടങ്ങിയ വിവിധ പരിപാടികളാണ് അവർ നടപ്പിലാക്കി വരുന്നത്. അതുവഴി പട്ടികജാതി പട്ടികവർഗത്തിൽ ഉൾപ്പെട്ടവർക്ക് തൊഴിൽ നൽകി വരുന്നതാണ്. എന്നാൽ 2018 മുതൽ ഇതുവരെ ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ ആ മേഖലകളിൽ നടത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ഫലമായി കോർപ്പറേഷൻ്റെ പ്രവർത്തനങ്ങൾ ഏതാണ്ട് നിലച്ചമട്ടായി മാറിയിട്ടുണ്ട്. ഇക്കോ ടൂറിസത്തിൽ നിന്ന് ലഭിക്കേണ്ടതായ തുക കോർപ്പറേഷന് നഷ്ടമാവുകയും ഏലം, കാപ്പി തുടങ്ങിയവയുടെ വിപണനം നടക്കാതെ വരികയും ചെയ്തതോടുകൂടി കോർപ്പറേഷനും വൻ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. തുടർന്ന് ഇപ്പോഴത്തെ ഒരു അവസ്ഥ മാനേജിംഗ് ഡയറക്ടർ ഉൾപ്പെടെയുള്ള ജീവനക്കാർക്ക് പാതി ശമ്പളം മാത്രമേ നൽകാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഇതിൽ ഇവിടെ മെമ്പർമാർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അവർക്ക് ഓണത്തിന് മുമ്പെങ്കിലും
ശമ്പളം കിട്ടാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഇവിടെ ആവശ്യമുയർന്നു വന്നിട്ടുള്ളത്. നമ്മുടെ സാമ്പത്തിക സ്ഥിതി കൂടി പരിഗണിച്ചുകൊണ്ട് ധനകാര്യ വകുപ്പുമായി ആലോചിച്ചുകൊണ്ട് മാത്രമേ ആ കാര്യത്തിൽ ഇപ്പോൾ ഉറപ്പിച്ച് ഒരു കാര്യം പറയാൻ പറ്റൂ. പക്ഷേ പരമാവധി ആ കാര്യത്തിൽ ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും സർക്കാർ ചെയ്യും എന്നതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ നിലപാട്. അതേപോലെ തന്നെ ഇവരുടെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തണമെന്നൊരു നിർദ്ദേശം കൂടി ഉണ്ടായിട്ടുണ്ട്. വളരെയധികം കിലോമീറ്റർ ദൂരത്തോളം ഈ വന്യജീവി അക്രമങ്ങൾ ഉണ്ടാകുമെങ്കിലും അവിടെ കൃത്യസമയത്ത് ഓടിയെത്താനോ അത് ശ്രദ്ധിക്കാനോ ഇന്നത്തെ സൗകര്യങ്ങൾ അപര്യാപ്തമാണ്. ഇപ്പോൾ കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് 124 ഫോറസ്റ്റ് സ്റ്റേഷനുകളാണുള്ളത്. എന്നാൽ ഈ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് ഈ ഫോറസ്റ്റ് സ്റ്റേഷനുകൾക്ക് മാത്രമായി അതിനാൽ സംസ്ഥാനത്ത് 110 ഫോറസ്റ്റ് സ്റ്റേഷൻ കൂടിയെങ്കിലും സ്ഥാപിക്കേണ്ടതുണ്ട്. എന്നാൽ നിലവിലുള്ള ഫോറസ്റ്റ് സ്റ്റേഷനുകൾക്ക് ഉചിതമായ കെട്ടിടങ്ങളില്ലാത്തതിനാൽ ഈ സർക്കാർ 15 ഫോറസ്റ്റ് സ്റ്റേഷനുകൾക്ക് പുതിയ കെട്ടിടത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട്. കൂടാതെ സംസ്ഥാനത്ത് 14 ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റുകളിൽ സംയോജിത ചെക്ക് പോസ്റ്റ് സമുച്ചയങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ധനവകുപ്പിൻ്റെ അംഗീകാരമുണ്ടായാൽ മാത്രമേ കൂടുതൽ ഫോറസ്റ്റ് സ്റ്റേഷനുകൾ സ്ഥാപിക്കാൻ കഴിയൂ. അങ്ങനെ ഫോറസ്റ്റ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുമ്പോൾ ഏറ്റവും ഹോട്ട്സ്പോട്ടുകൾ കണ്ടെത്തി അവിടെയാണ് അത്തരം സ്റ്റേഷനുകൾ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത്. ചേലക്കരയിലും ഒരു ഹോട്ട്സ്പോട്ട് ഉണ്ട് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ആ കാര്യം ബഹുമാനപ്പെട്ട ചേലക്കര MLA കൂടിയായ മന്ത്രി നേരത്തെയുടെ ശ്രദ്ധയിൽ പെടുത്തിയിട്ടുള്ളതാണ്. സർ, സ്വാഭാവിക വനങ്ങളുടെ പുനഃസ്ഥാപനത്തിനായി വലിയ തോതിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അക്കേഷ്യ, യൂക്കാലിപ്റ്റസ്, മാഞ്ചിയം, വാറ്റിൽ തുടങ്ങിയ വിദേശ വൃക്ഷ വിളത്തോട്ടങ്ങൾ മുൻകാലങ്ങളിൽ വെച്ചുപിടിപ്പിച്ചിരുന്നു. എന്നാൽ അത്തരം വൃക്ഷങ്ങൾ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്നാണ് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് അവയ്ക്ക് പകരം പുതിയ തദ്ദേശീയ വൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിച്ച് സ്വാഭാവിക വനങ്ങളുടെ പുനഃസ്ഥാപനം എന്ന നയരേഖ സർക്കാർ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ തുടക്കമെന്നുള്ള നിലയിൽ തൃശ്ശൂർ ജില്ലയിലെ വരവൂർ പഞ്ചായത്തിൽ ചെമ്പിക്കുന്ന് എന്ന സ്ഥലത്ത് ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ലിമിറ്റഡിൻ്റെ പക്കലുണ്ടായിരുന്ന ഏതാണ്ട് 500ഓളം ഏക്കർ സ്ഥലം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് തിരിച്ചു പിടിക്കുകയും അവിടെ വനവൽക്കരണ പരിപാടികൾ ആരംഭിക്കുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. സർ, പബ്ലിക് സർവീസ് കമ്മീഷനിലേക്കുള്ള ഒഴിവുകളിൽ റാങ്ക് ലിസ്റ്റുകളിൽ ഉദ്യോഗാർത്ഥികളെ ഡിപ്പാർട്ട്മെൻറ്റ് ശുപാർശ ചെയ്യുന്നില്ല എന്നൊരു പരാതി സ്ഥാനത്തും അസ്ഥാനത്തും ഉണ്ടായി വരുന്നുണ്ട്. ഇവിടെ എല്ലാ തസ്തികകളിലെയും മുഴുവൻ ഒഴിവുകളും PSCക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അഡ്വൈസ് മെമ്മോ ലഭിക്കുന്ന മുറക്ക് തന്നെ ഇവർക്ക് നിയമനം നൽകുന്നതാണ്. 2021 പ്രൊമോഷൻ ലഭിക്കുന്നതിനുള്ള ഒഴിവുകൾ കൂടി മുൻകൂട്ടി കണക്കാക്കിക്കൊണ്ട് എൻട്രി കാർഡിലുള്ള ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വനം വകുപ്പ് ആദിവാസി വിഭാഗത്തിൽ നിന്നും 500 പുതിയ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരുടെ തസ്തികകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇതിനെ തുടർന്നുള്ള മറ്റ് നടപടികൾ PSC സ്വീകരിച്ചു വരുന്നുണ്ട്. ഉദ്യോഗാർത്ഥികൾക്ക് ജോലി നൽകുക എന്നതാണ് സർക്കാരിൻ്റെ നയം. ആ നയം വനം വകുപ്പിലും കാര്യക്ഷമമായി നടത്താനാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സർ, പിന്നെ ഇവിടെ ബഹുമാനപ്പെട്ട 1-2 MLAമാർ ചൂണ്ടിക്കാണിച്ചത് മുട്ടിൽ മരമുറിയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങളാണ്. സർ, അത് ഈ സഭ പലവട്ടം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ചോദ്യോത്തര വേളയിലൂടെ ആ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ദീർഘമായി അങ്ങോട്ടൊന്നും കടന്നു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും സർ, ഇവിടെ വമ്പൻ സ്രാവുകളെ ഒഴിവാക്കി പാവപ്പെട്ടവനെ മേൽ കുറ്റം ചാരിവെച്ച് രക്ഷപ്പെടാനുള്ള തന്ത്രമാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നത് എന്ന് ഇവിടെ ചൂണ്ടിക്കാണിച്ചത് ദൗർഭാഗ്യകരമാണ്. നമ്മുടെ സംസ്ഥാനത്തിപ്പോൾ 48 കേസുകളിൽ പ്രതികളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ആ പ്രതികളിൽ ഇവിടെ പല അംഗങ്ങളും പ്രത്യക്ഷമായും പരോക്ഷമായും സൂചിപ്പിച്ചിട്ടുള്ള വമ്പൻ സ്രാവുകൾ ഇപ്പോൾ അഴിക്കുള്ളിലാണ് എന്ന കാര്യം നിങ്ങളെ അറിയിക്കാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുകയാണ്. നമ്മുടെ നിയമവ്യവസ്ഥയ്ക്ക് എതിരായി നിൽക്കുന്ന ഒരു കാര്യത്തിനും സർക്കാർ
കൂട്ടുനിൽക്കുകയില്ല എന്നാണ് ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. സർ, നമുക്ക് അറിയാം, വനം വകുപ്പിലാണെങ്കിലും ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണെങ്കിലും നല്ല സത്യസന്ധരായിട്ടുള്ള കുറേ ഉദ്യോഗസ്ഥന്മാരുണ്ട്. അതേ അവസരത്തിൽ ആ സത്യസന്ധരായ ഉദ്യോഗസ്ഥന്മാരെ കൃത്യമായി അവരുടെ ജോലി ചെയ്യാൻ സമ്മതിക്കാത്ത ചില ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഇത് വനം വകുപ്പിലുണ്ട്. ഈ മുട്ടിൽ മരമുറി കേസുമായി ബന്ധപ്പെട്ട് സത്യസന്ധമായി പ്രവർത്തിച്ച, സർക്കാരിന് നഷ്ടപ്പെട്ട മരം തിരിച്ചു പിടിച്ച ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തുകയും അവരെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്തെന്ന ആരോപണമുള്ള ഒരു ഉദ്യോഗസ്ഥൻ, ആ ഉദ്യോഗസ്ഥൻ്റെ എതിരായി നടപടിയെടുക്കണമെന്ന് ഉത്തരമേഖല ഫോറസ്റ്റ് കൺസർവേറ്റർ റിപ്പോർട്ട് നൽകിയിട്ട് മാസങ്ങളായി. സർ, ഇതുവരെ അയാൾക്കെതിരായി ഒരു നടപടിയും എടുത്തില്ല എന്നത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്? സർ, അങ്ങ് പറഞ്ഞതുപോലെ അങ്ങനെ ഒരു പരാതി ലഭിച്ചിട്ടുള്ളതാണ്. ആ പരാതിയെക്കുറിച്ച് ബന്ധപ്പെട്ടവർ അന്വേഷണം നടത്തിയിട്ടുള്ളതാണ്. ആ അന്വേഷണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് വനം വകുപ്പിന് കിട്ടിയിട്ടുണ്ട്. അത് IFS ഉദ്യോഗസ്ഥനായതുകൊണ്ട് അതിന് കുറേ സ്വാഭാവികമായ നടപടികൾ ആവശ്യമുണ്ട്. കൂടുതൽ വിശദീകരണം ആവശ്യമാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. ആ വിശദീകരണം ലഭിക്കുന്നവർക്ക് എന്താണോ നിയമം അനുശാസിക്കുന്നത്, നിയമം അനുശാസിക്കുന്ന ശിക്ഷ ആർക്കും അർഹതപ്പെട്ട ശിക്ഷ അവർക്ക് നൽകുന്നതായിരിക്കും. സർ, മതി, ഇനിയില്ല. ഇത് ഇങ്ങനെ തുടർച്ചയായിട്ട് പ്രതിപക്ഷ നേതാവിന് വഴങ്ങുന്ന പോലെ എല്ലാ ആളുകളും വഴങ്ങേണ്ട കാര്യമില്ല. ബഹുമാനപ്പെട്ട മന്ത്രി, മരമുറി കേസിൽ ആദിവാസികളും കർഷകരും പ്രതികളാകും എന്നൊരു പ്രസ്താവന വായിച്ചു. യഥാർത്ഥത്തിൽ നിരപരാധികളായ ആദിവാസികളെയും കർഷകരെയും കേസിൽ പ്രതിയാക്കുന്നതിന് പകരം അവരെ സാക്ഷികളാക്കാനുള്ള നടപടി സ്വീകരിക്കും. സർ, അങ്ങനെ ഒരു നിർദ്ദേശമാണ് ബഹുമാനപ്പെട്ട പേരാവൂർ MLA ഇവിടെ സൂചിപ്പിച്ചത്. അതിൻ്റെ നിയമവശം എനിക്കിപ്പോൾ പറയാൻ വേണ്ടി സാധിക്കില്ല. സർക്കാരിൻ്റെ ആഗ്രഹം കബളിക്കപ്പെട്ട പാവപ്പെട്ടവർ ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്ന് തന്നെയാണ്. അതിനാവശ്യമായി നിയമപരമായി ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യം ചെയ്യുന്നതിനും സർക്കാർ സന്നദ്ധമാണ്. സർ, ഇല്ല, തിരുവഞ്ചൂർ നല്ല ഇതെല്ലാം അറിയുന്ന ആളല്ലേ. ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഇവിടെ അങ്ങയുടെ വകുപ്പ് കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോർപ്പറേഷനാണ്. സാർ, അതിന് സാമ്പത്തികമായിട്ടുള്ള വലിയ ക്ലേശങ്ങളുള്ളത് ഉള്ളതുകൊണ്ട് അതെല്ലാം പൂട്ടുകയാണ്. ഓരോ അതിൻ്റെ ഓഫീസും പൂട്ടുകയാണ്. അവർക്ക് പുറത്ത് ജോലി ചെയ്ത് കിട്ടിക്കൊണ്ടിരുന്ന പണവും വരുമാന സ്രോതസ് ഉണ്ടായിരുന്നു. പക്ഷേ കോവിഡ് ആയതുകൊണ്ട് അത് ചെയ്യാനും കഴിയുന്നില്ല. 5 കോടി രൂപ സാമ്പത്തിക സഹായം നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവർ ഇവിടെ കത്തയച്ചിട്ടുണ്ട്. സാർ, അതിൻ്റെ മേൽ നടപടിയെടുക്കുമ്പോൾ അത് നിലനിർത്തുമോ? സർ, അത് സാമ്പത്തിക സഹായം ആവശ്യമാണ് എന്ന് കാണിച്ചുകൊണ്ടുള്ള രേഖകൾ സർക്കാരിന് കിട്ടിയിട്ടുണ്ടായിരുന്നു, വനം വകുപ്പിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് വനം വകുപ്പ് സ്വാഭാവികമായും ധനവകുപ്പിനാണ് അയച്ചു കൊടുക്കുക. ധനവകുപ്പിൻ്റെ പൊതുസ്ഥിതി നമുക്കെല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ആ പരിമിതിയിൽ നിന്നുകൊണ്ട് ചെയ്യാവുന്ന സഹായങ്ങൾ ചെയ്യാമെന്നാണ് ബഹുമാനപ്പെട്ട ധനവകുപ്പ് മന്ത്രി അറിയിച്ചിട്ടുള്ളത്. നമുക്ക് ഇത് 2 വശവും കണ്ടുകൊണ്ടുള്ളൊരു നിലപാട് ഗവൺമെൻറ്റിന് സ്വീകരിക്കാൻ കഴിയുമെന്ന് അങ്ങേപ്പോലുള്ള മുതിർന്ന ആളുകൾക്ക് മനസ്സിലാവുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ഉദ്ദേശം ഇവരെ സഹായിക്കണമെന്നാണ്. ആയിക്കോട്ടെ സർ. അതുപോലെ തന്നെയാണ് സർ, വന്യമൃഗശല്യത്തെക്കുറിച്ചുകൊണ്ട് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതാണ്. അവർക്ക് കൊടുക്കുന്ന നഷ്ടപരിഹാരം തുലവും കുറവാണ് എന്നിവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത് ഞാനും ഇവിടെ പറഞ്ഞിട്ടുള്ളതാണ്. സാമ്പത്തിക പരിമിതിയിൽ നിന്നുകൊണ്ട് മാത്രമേ ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത്തരത്തിലുള്ള സഹായങ്ങൾ നൽകുന്നതിന് കേന്ദ്ര സർക്കാരിൻ്റെ ചില ഉപാധികളും നിബന്ധനകളും ഉണ്ട് എന്ന കാര്യം കൂടി ബഹുമാനപ്പെട്ട അംഗങ്ങൾ ഓർക്കുന്നത് നന്നായിരിക്കും. സർ, അത് മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നാം എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള പിന്തുണ നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാകണമെന്ന് അപേക്ഷിക്കുകയാണ്. സർ, വനസംരക്ഷണവും വന്യജീവി സംരക്ഷണവുമാണ് വനം വകുപ്പിൻ്റെ ചുമതല. എന്നാൽ സമീപകാലത്ത് വന്യജീവികളുടെ ആക്രമണങ്ങൾക്ക് വിധേയരാകുന്ന കർഷകന്റെ സംരക്ഷണവും
സർക്കാരിൻ്റെ ചുമതലയാണ്. ഈ കടമ നിർവഹിക്കാൻ എല്ലാവരുടെയും സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ബഡ്ജറ്റ് നിർദ്ദേശങ്ങൾ പാസാക്കി തരണമെന്ന് സ്നേഹപൂർവ്വം എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു.